ഇന്നത്തെ വ്ളോഗ് ചായക്കുടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ വീടിനടുത്തുള്ള ഒരു ചായക്കടയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളൊരു ചായയൊക്കെ ഓർഡർ ചെയ്തു. കണ്ണാടി കൂട്ടിൽ കുറേ ഐറ്റംസൊക്കെ ഇരിക്കുന്നത് കണ്ടു. എല്ലാത്തിൻ്റെയും പേര് പറയാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല, അത്രമാത്രം ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചായയും ഐറ്റംസൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വന്നത് ഗ്ലോബൽ വില്ലേജിലേക്കാണ്. ഗ്ലോബൽ വില്ലേജ് അടയ്ക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കേട്ടറിഞ്ഞ് ഓടി വന്നതാണ്. കാരണം ഇനിയിപ്പം അടച്ചു കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിഞ്ഞിട്ടല്ലേ ഇനി തുറക്കത്തുള്ളൂ. അപ്പം എനിക്ക് കുറച്ച് പ്രിയപ്പെട്ട ഫുഡ് ഐറ്റംസൊക്കെ ഇവിടെയുണ്ട്. അതിൽ ഒന്നാണ് ഈ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലുക്കീമത്ത്. ഇവിടുത്തെ ലുക്കീമത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. വേറെ എവിടെ പോയി കഴിച്ചാലും ഈ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ആൻഡ് മൈ ഫേവറേറ്റ് ആണ്. അത് കഴിഞ്ഞ് അത് അവിടെ റെഡി ആവുന്ന സമയം കൊണ്ട് നമ്മൾ നോക്കിയപ്പോൾ തൊട്ടപ്പുറത്ത് ഈ ഒരു സാധനം ഉണ്ടാക്കുന്നു. ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല ചീസൊക്കെ ഇട്ട് ഒമാനി ചിപ്സൊക്കെ ഇട്ട് വെതറി എന്താ പറയുക കൊടുക്കുന്ന ഒരു ഐറ്റംസ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ മസാല ദോശ ഒക്കെ പോലെ, അല്ലെങ്കിൽ നെയ് റോസ്റ്റ് ഗീ റോസ്റ്റ് പോലെയൊക്കെ അതിലേക്ക് ഒമാനി ചിപ്സ് ഇട്ട പോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ ലുക്കീമത്ത് റെഡിയായപ്പോൾ ഓടിപ്പോയി ലുക്കീമത്ത് അങ്ങ് മേടിച്ചു. അതിനുശേഷം നോക്കിയപ്പോൾ ഇവിടെ എന്തൊക്കെയോ വെന്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും പേരെനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളിതൊക്കെ വീഡിയോ എടുക്കാനേ പറ്റിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യുന്ന ഒരു ഐറ്റമാണ് മാംഗോ സ്റ്റിക്കി റൈസ്. അപ്പോൾ മാംഗോ സ്റ്റിക്കി റൈസ് മൈ ഫേവറേറ്റ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഓർഡർ ചെയ്ത് കഴിച്ചില്ലെങ്കിൽ ഒരു ഉറക്കവും വരില്ല. അങ്ങനെ അത് ഓർഡർ ചെയ്ത് കഴിച്ചതിന് ശേഷം നോക്കിയപ്പോൾ ഇവിടെ നിന്ന് പുകയൊക്കെ വരുന്നുണ്ട്. അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കിയില്ല. കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് മൂക്കിലൂടെയൊക്കെ പുക വിടുന്നത് ഞാൻ കണ്ടായിരുന്നു. നമ്മൾ ട്രൈ ചെയ്തില്ല. പിന്നെ നമ്മുടെ ഫേവറേറ്റ് കോൺ എന്താ പറയുക ഫ്രൈ ചെയ്തത്, അതും ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ പിന്നെ ഹേസൽനട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ വീഡിയോയും കൂടി നമ്മളെടുത്തു. പിന്നെ നേരെ നോക്കിയപ്പോഴത്തേന് ഒരു ഫൗണ്ടൻ, കൊള്ളാലോ, ചോക്ലേറ്റ് ആണല്ലോ. അപ്പം അതിൻ്റെ വീഡിയോയും എടുത്തു. കണ്ടില്ലേ, ഇതും എന്തൊക്കെയോ ഐറ്റംസ് ആണ്. അപ്പം അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്തു. കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ കഴിച്ചു. അവിടെയൊക്കെ കറങ്ങി നടന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ പറയാൻ പോയപ്പോഴാണ് നമ്മളുടെ അവിടെ ഒരു ഫയർ വർക്ക്സ് ഉണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ നേരെ ഓടി പിടിച്ച് വെളിയിലോട്ട് ഓടി വന്ന് നോക്കിയപ്പോൾ കറക്റ്റ് സമയമായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ഫയർ വർക്ക്സൊക്കെ കണ്ടു. അപ്പോൾ ഗ്ലോബൽ വില്ലേജിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു. അപ്പം ഇതുവരെ എന്താ പറയുക, ഈ വർഷത്തെ ഗ്ലോബൽ വില്ലേജ് എല്ലാവരും പോയിട്ടുണ്ടാവും. പോകാത്തവരാണ്